ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് വനിതാ ഗുണ്ട വിളയാട്ടം പാർട്ട് 1. 2024 ജൂലൈ 23 മറ്റോ കൊല്ലത്ത് വെച്ച് ഒരു സൈക്കിൾ യാത്രക്കാരനെ അജ്ഞാത വാഹനം ഇടിക്കുന്നു. പിന്നീട് 26-ാം തീയതി അദ്ദേഹം മരണപ്പെടുന്നു. പോലീസ് കേസന്വേഷണം ആരംഭിക്കുന്നു. റിട്ടയർഡ് BSNL ഡിവിഷണൽ എഞ്ചിനീയറായ പാപ്പച്ചനാണ് മരിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഈ പാപ്പച്ചനെ ഏത് വാഹനമാണ് ഇടിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അപകടം നടന്ന സ്ഥലത്തെ എല്ലാ CCTVകളും പോലീസ് പരിശോധിക്കുന്നു. കാറാണ് ഇടിച്ചതെന്ന് മനസ്സിലായി. ഈ കാറിൻ്റെ ഉടമമാരാണ്, ഇപ്പം ആ കാർ ആരുടെ കസ്റ്റഡിയിലാണ്, അതുപോലെ തന്നെ അപകടം നടന്ന സമയത്ത് ആരാണ് ആ കാറ് ഓടിച്ചിരുന്നത് എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. അനിമോൻ എന്ന് പറയുന്ന ആളാണ് അപകടം നടന്ന സമയത്ത് കാറ് ഓടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് വിട്ടയക്കുന്നു. പിന്നീട് പോലീസ് ഈ അനിമോനെ കുറിച്ചിട്ട് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ അനിമോൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഇടയായിട്ട് കുറച്ചധികം പണം വന്നതായിട്ട് പോലീസ് കണ്ടെത്തുന്നു. വീണ്ടും ഈ അനിമോനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വലിയൊരു ഗൂഢാലോചനയുടെയും അതുപോലെ തന്നെ കൊലപാതകത്തിൻ്റെയും ചുരുളഴിയുന്നത്. ഈ മരണപ്പെട്ട പാപ്പച്ചൻ്റെ സ്വന്തം നാട് പന്തളത്താണ്. പക്ഷേ അദ്ദേഹം വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല. അതുകൊണ്ട് കൊല്ലത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. പാപ്പച്ചൻ BSNL നിന്ന് റിട്ടയർഡ് ആയപ്പോൾ 80 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ബാങ്കിൽ അത് നിക്ഷേപിച്ചു. ആ ബാങ്കിലെ ജീവനക്കാർക്ക് പാപ്പച്ചൻ്റെ സകല കുടുംബ പശ്ചാത്തലം അറിയാമായിരുന്നു. പ്രത്യേകിച്ച് വീട്ടുകാരുമായി അത്ര രസത്തിലല്ല എന്നുള്ളത് പോലും. ആ സ്വകാര്യ ധനകാര്യ ബാങ്കിൻ്റെ മാനേജറായ സരിതയും ആ ബാങ്കിലെ തന്നെ മറ്റൊരു ജീവനക്കാരനും വേറൊരു വ്യക്തിയും കൂടി പാപ്പച്ചൻ്റെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിക്കുന്നു. തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട വിവരം പാപ്പച്ചൻ അറിയുന്നു. ബാങ്കിലേക്ക് വരുന്നു, മാനേജറെ ചോദ്യം ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിനായി കൊല്ലത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിനടുത്തേക്ക് സരിത അയാളോട് വരാൻ പറയുന്നു. അതിനുശേഷം ബാങ്ക് മാനേജറായ സരിത ക്രിമിനലായ അനിമോനെ വിളിച്ച് 2 ലക്ഷം രൂപയ്ക്ക് പാപ്പച്ചനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകുന്നു. പാപ്പച്ച സൈക്കിളിൽ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. പിന്നാലെ അനിമോൻ കാറ് കൊണ്ടുവന്ന് അയാളെ ഇടിച്ചു തീർപ്പിക്കുന്നു. 2 ദിവസത്തിന് ശേഷം പാപ്പച്ചൻ മരണമടയുന്നു. സാധാരണ ഒരു ആക്സിഡന്റ് കേസായിട്ട് അവസാനിച്ചേക്കാവുന്ന ഈ പാപ്പച്ചൻ കൊലപാതകം കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ മികവുറ്റ അന്വേഷണമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി സരിതയോട്, സരിത മോളെ, ഇപ്പോൾ വിശേഷമായില്ലേ? ഇനി ജയിലിൽ പോയിട്ട് ഗോതമ്പുണ്ടിയോ ഇറച്ചിയോ മീനോ ചിക്കൻ മജ്ബൂരോ ഒക്കെ തിന്നാം. കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം. ഒരു കുറ്റകൃത്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും പോലീസ് പിടിക്കും. ബാങ്ക് മാനേജറാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാമാന്യ ബുദ്ധിയും ബോധമില്ല എന്ന് മനസ്സിലായി. ഇനിയെങ്കിലും ഒരു ഇതുപോലെയുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും ഒരു 10 വട്ടെങ്കിലും ആലോചിക്കൂ. നമ്മുടെ ജീവിതം കൂടി ഇതിൽ പോവാണ്. കഷ്ടം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാർട്ട് 1 ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബൈ.